الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولمصنف هذا الكتاب وشارحه ومحشيه وسائر المصنفين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മള് കിതാബുൽ ഖിയാസ് ജമുൽ ജവാമി എന്നുള്ള കിതാബുൽ ഖിയാസാണ് നമ്മൾ ഓതാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നാട്ടിലേത് ഓതിക്കൊടുക്കുന്നതായ പ്രഗത്ഭരായ പലരുമുണ്ട്. നമ്മളെക്കാൾ പ്രായം കൂടിയവരും നമ്മളെ പ്രായക്കാരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരും എല്ലാവരും പല ആളുകളുണ്ട്. എന്നാൽ കഴിവില്ലാതെ ചൊല്ലിക്കൊടുക്കുന്നവർ അതും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഇഴകേറി വിശദീകരിക്കാൻ കഴിവുള്ള വിശദീകരിക്കുന്ന ദർസുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. മറ്റു നാടുകളെ അപേക്ഷിച്ച് നമ്മളെ നാട് എത്രയോ ഇപ്പോഴും നല്ല അവസ്ഥയിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല അവസ്ഥ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. പിന്നെ എന്തിനാണ് ഞാൻ പിന്നെ കിതാബുൽ ഖിയാസ് എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഇതിനെ ഇറങ്ങിയത് വെച്ചാല്, ഞാനൊരു വലിയ ആളായിട്ടല്ല, ഞാൻ ഒരു 10-32 കൊല്ലായിട്ട് ഇവിടെ തന്നെയാണ്. ഈ അറബിയാളായിട്ട് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ പിന്നെ നാട്ടിക്കും ചെറിയൊരു ഹിദ്മ, നമ്മളെ ഹിദ്മ അണ്ണാരെ കണ്ണനും തന്നാരായത് എന്ന് പറഞ്ഞാൽ, അപ്പോ അതിന് നമ്മളെ അദനി നസറുദ്ദീൻ അദനി മൂപ്പര് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പോ മൂപ്പര് പണ്ട് മഖാമാത്ത് ദർസ് നടത്തിക്കൂടെന്ന് ചോദിച്ചു. ഞാൻ ദർസ് നടത്തി. അത് യൂട്യൂബിലൂടെ കുറെ ആളുകൾ കണ്ടിട്ടൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. മൂപ്പരൊരു മിഫ്താഹുൽ ഖൈറാണ്. അപ്പോ അവരങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോ നല്ല കാര്യമാണ് എന്ന് എനിക്കും തോന്നി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് തോട്. അപ്പോ നമ്മളെ തരിയൊക്കെ പതിയിൽ എങ്ങനെ വെച്ചാല് നമ്മളെ ഉസ്താദന്മാരെ തരിയൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ ഈ അക്കാഡമി തരിയൊക്കല്ല. അതായത് ഒരാളെ പേര് വന്നാൽ അതിന്റെ ചരിത്രം മുഴുവൻ നോക്കുക, അല്ലെങ്കിൽ ഒരു കിതാബ്, ആ കിതാബിന്റെ കോപ്പികളിൽ നിന്ന് ഏറ്റവും അസഹായ കോപ്പി ഏതാണ്, അതൊക്കെ നമ്മളെ ഈ സൗദിയിലൊക്കെ അങ്ങനെ കുറെ ശേഖന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എത്രയോ കോപ്പികൾ, അസഹായ കോപ്പി, അത് എവിടേക്കാണ് അടിച്ചത്, അടിച്ചതിൽ ഏറ്റവും അസഹായതാണ് എന്നൊക്കെ ഓർക്ക് പറയാൻ കഴിയും. അത് വെച്ചിട്ട് ഓർക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളെ ഉലമാന്റെ പ്രത്യേകത അതല്ല. അവര് നല്ല ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കുക, അതിന് ഓർക്ക് നല്ല കഴിവായിരുന്നു. ഞാൻ ഈ കിതാബ് ഓതിയത് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൽ നിന്നാണ്. അവര് ഈ ഹാഷിയയിലുള്ളതും അതുപോലെ തഖരീറിലുള്ളതും ഒക്കെ അവരുടെ ബഹസിൽ വരാറുണ്ടായിരുന്നു. അവര് പല ഫന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ മികവോട് കൂടെ തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവര് പിന്നെ ഓരോ ഫന്നും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഇതിലാണോ ഉസ്താദിനേറ്റം പ്രാവീണ്യമുള്ളത് എന്ന് തോന്നും. അപ്പൊ വേറൊരു ഫന്ന് തുടങ്ങുമ്പോ അതിലാണോ, അങ്ങനെ ആയിരുന്നു ഉസ്താദ്. അപ്പോ ഉസ്താദിന്റെ ഉസ്താദ് ബഹറുൽ ഉലൂം, അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെറുചോല ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാന് തഖരീറിൽ ഒരു ഇഷ്കാലുണ്ടായിട്ട് വലിയ ഇഷ്കാലായാണ്ട് ഞാന് ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ അടുക്കൽ ചെന്നപ്പോ എന്നോട് അത് ആ ഭാഗാണ്ട് വായിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഉസ്താദ് എനിക്ക് വായിച്ചു തന്നപ്പോ തന്നെ എന്റെ ഇഷ്കാലുകൾ മുഴുവനും തീർന്നു. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഉലമാ ആയിരുന്നു നമ്മളെ ഉലമാ.
അപ്പോ നമ്മള് ആ രൂപത്തില് ഈ വിഷയം ഈ കിതാബിലുള്ളത് കാര്യമായിട്ട് പറയാം. പിന്നെ ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഉത്ഭവം, അതിലുള്ള കിതാബുകള്, ആ കിതാബുകളിൽ നിന്ന് ജമ്മുൽ ജവാമിഅ് ഇസ്തിംദാദാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ഈ കിതാബ് ഷറഹ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങുക. അൽ കിതാബു റാബിഉ ഫിൽ ഖിയാസ്, 4-ാം കിതാബ്. ഈ ജമുൽ ജവാമിഅന്റെ 7 കിതാബുകളിൽ നിന്നുള്ള 4-ാം കിതാബ്, അത് ഫിൽ ഖിയാസ്, ഖിയാസിനെ വിവരിക്കുന്നതിലാണ് എന്ന്. അപ്പോ ഖിയാസ് എന്ന പദം അത് ഖാസ യഖീസു ഖൈസൻ വ ഖിയാസൻ എന്നുള്ളതാ. ഖാസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അളന്നു എന്നതിന്റെ അർത്ഥം. ഖാസ ഖിസ്തു സൗബ ബിദ്ദിറാഅ്, ഞാൻ വസ്ത്രം എന്റെ മുഴങ്കൈ കൊണ്ട് അളന്നു. ഖിസ്തുൻ നഅല ബിൻ നഅൽ, ഞാൻ ഒരു ചെരുപ്പ് മറ്റൊരു ചെരുപ്പ് കൊണ്ട് അളന്നു. അതുപോലെ ഖാസ തബീബു അൽ ജുർഹ, തബീബ് വൈദ്യൻ എന്ത് ചെയ്തു? മുറിവ് അളന്നു. എന്തിനാ മുറിവ് അളക്കണ്? അത് ഈ ഒരാള് മറ്റൊരാളെ അനധികൃതമായി മനഃപൂർവ്വം മുറിവാക്കിയാല് ആ മുറിവ് എല്ലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖിസാസ് ഉണ്ട്. എല്ലിക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഖിസാസ് എന്ത് ചെയ്യാൻ പറ്റൂല? ഖിസാസ് ആക്കാൻ പറ്റൂല. കാരണം എല്ലിലെത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ആഴം, ഓനാക്കിയതിന്റെ ആഴവും ഇനി അതിന് പ്രതികാരം ചെയ്യണവനാക്കണതിന്റെ ആഴവും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലിലെത്തിയിട്ടില്ലെങ്കിൽ അതിൽ ഖിയാസ് ഇല്ല, അതില് പിന്നെ ഖിസാസ് പ്രതികാരമില്ല. കാരണം പ്രതികാരം എടുക്കുമ്പോൾ പിന്നെ ഏറാതെയും കുറയാതെയും ആ അക്രമി ചെയ്ത് അതേമാതിരി ചെയ്യാൻ കഴിയണം. അപ്പൊ ഇത് മൂല്യഹത്താണോ അഥവാ എല്ലിലേക്ക് എത്തിയതാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ഈ പിന്നെ ഖിസ്തു അൽ ജുർഹ ബിൽ മിസ്ബാരി, മിസ്ബാർ പറഞ്ഞ അളക്കണ അതിനെ കോലിനെ കൊണ്ട. അപ്പൊ അതൊക്കെ അളവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നും ഇപ്പൊ ഈ പദം നാടോടി ഭാഷയിൽ പോലും ഉപയോഗമുള്ള പദമാണ്. നമ്മള് ഒരു ചെരുപ്പ് കടയിൽ ചെന്നാല് അല്ലെങ്കിൽ ഒരു വസ്ത്രക്കടയിൽ ചെന്ന് ഒരു വസ്ത്രം ചോദിച്ചാല് ഉടനെ ചോദിക്കും കം മഗാസ്, എത്രയാണ് അളവ്? മക്കാസ് എന്നുള്ളതിന് മഗാസ്. അപ്പൊ ഖിയാസ് എന്ന് പറഞ്ഞാൽ അളവ്, അതാണ് ലോകവിയായ അർത്ഥം. പിന്നെ ഷാരിഹ് പറഞ്ഞു മിനൽ അദില്ലത്തി ശർഇയ്യ, ശർഇയായ അദില്ലത്തിൽപ്പെട്ടതായ ഖിയാസ് എന്ന്. ശർഇയായ ദലീലുകളിൽപ്പെട്ട ഖിയാസ്. മിനൽ അദില്ലത്തി ശർഇയ്യ എന്ന് പറഞ്ഞ ജാറു മജ്റൂർ, അത് പിന്നെ കളയപ്പെട്ടതിനോട് ബന്ധിച്ചതാണ്. അത് ഹാലാണ് ഖിയാസ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഖിയാസ് തന്നെ ശർഇയായ അദില്ലത്തിൽപ്പെട്ട ശർഇയായ ദലീലുകളിൽ ഒരു ദലീലായ ഖിയാസ് എന്ന്. അതെന്തിനാ പറഞ്ഞത് എന്ന് വെച്ചാൽ മന്തിഖിയായ ഖിയാസ് അതല്ല ഉദ്ദേശം എന്നറിയിക്കാൻ വേണ്ടിയാണ്. മനാത്തിഖത്തിന്റെ അടുക്കലെ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്. പിന്നെ ഈ പിന്നെ ഉസൂലുൽ ഫിഖ്ഹിലും ഒക്കെ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്. മനാത്തിഖത്തിന്റെ അടുക്കൽ ഖിയാസ് എന്ന് പറഞ്ഞാല് അത് ഒരു കുല്ലിയിൽ നിന്ന് കുല്ലിയിന്റെ ഹുക്മ് കൊണ്ട് ജുസ്ഇയ്യാത്തിന്റെ അഹ്കാമിന്റെ മേലിൽ ലക്ഷ്യം പിടിക്കുന്ന ഹുജ്ജത്തിനാണ് എന്ത് പറഞ്ഞത്? ഖിയാസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം അൽ ആലമു മുതഗയ്യിറുൻ കുല്ലു മുതഗയ്യിറിൻ ഹാദിസുൻ. അപ്പോ നതീജത്തും അൽ ആലമു ഹാദിസുൻ, ഇതിനാണ് ഓല് ഖിയാസ് എന്ന് പറഞ്ഞത്. പിന്നെ ഓല് വേറെ എന്ത് പറയുന്നുണ്ട്? ഇഷ്ടൊക്കെ ഓലടുക്കല് തംസീലുണ്ട്. തംസീല് എന്ന് പറഞ്ഞാൽ അത് ഒരു ജുസ്ഇയിൽ നിന്ന് മറ്റൊരു ജുസ്ഇന്റെ ഹുക്മ് കണ്ടുപിടിക്കുന്ന ദലീല്.
ഉദാഹരണം പറയാ, എന്ത് ഹംറ് ഹറാമാണ്. അത് ഹറാമാകാനുള്ള കാരണം ഇസ്കാറാണ്. ആ ഇസ്കാർ നബീദിലുമുണ്ട്. ഹംറ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മുന്തിരിങ്ങ വീഞ്ഞിനാണ് ഹംറ് എന്ന് പറഞ്ഞത്. മറ്റുള്ളതിന് ഹംറ് എന്ന് പറയോ പറയില്ലേ, അത് വേറെ വിഷയമാണ്. ഇപ്പം മൊത്തത്തിൽ ഹംറ് എന്ന് പറഞ്ഞാൽ അസുല് അത് മുന്തിരിങ്ങ നീര് വീഞ്ഞെടുത്ത ആയ അത് മുസ്കിറായാൽ അത് ഹറാമായത് എന്തുകൊണ്ടാണ്? ഇസ്കാർ കൊണ്ടാണ്. അതേ ഇസ്കാർ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലും ഉള്ളത് കൊണ്ട് അതും ഹറാമാണ് എന്ന്. അപ്പൊ ഒരു ജുസ്ഇയ്യിന്റെ ഇവിടെ രണ്ട് ജുസ്ഇ ഉണ്ട്. മുസ്കിർ എന്ന കുല്ലിയിന്റെ തഹത്തിലുള്ള രണ്ട് ജുസ്ഇ, ഒന്ന് ഹംറ്, ഒന്ന് നബീദ്. അപ്പോ ഒന്നിൽ നിന്ന് മറ്റേതിന്റെ ഹുക്കുമിനെ ഇസ്തിംബാത്ത് ചെയ്തു. അതിന് മനാത്തിഖത്ത് പറഞ്ഞത് തംസീല് എന്നാണ് പറഞ്ഞത്. അതാണ് ശറഇയല ഖിയാസ്. പിന്നെ ഇസ്തിഖ്റാ ഉണ്ട്. ഇസ്തിഖ്റാ എന്ന് പറഞ്ഞാൽ ജുസ്ഇയ്യാത്തിന്റെ ഹുക്കുമിൽ നിന്ന് കുല്ലിയന്റെ ഹുക്കുമ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹൈവാനാത്തിനെ നമ്മൾ പരിശോധിച്ചു. ഒട്ടധികം ഹൈവാനാത്തിനെ നമ്മൾ പരിശോധിച്ചപ്പോഴും അതൊക്കെ ചവക്കണ സമയത്ത് താഴെ താടിയെല്ലാം അനക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് എല്ലാ ഹൈവാനും അങ്ങനെയാണ് എന്ന് വിധി എഴുതിയാൽ അത് ഇസ്തിഖ്റാ ആണ്. അപ്പൊ ഖിയാസ്, തംസീല്, ഇസ്തിഖ്റാ. മനാത്തിഖത്ത് പറഞ്ഞു ഖിയാസ് അതിന്റെ രണ്ട് മുഖദ്ദിമയും യഖീനിയാവുകയും അത് ക്രോഡീകരിക്കേണ്ട ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ക്രോഡീകരിക്കുകയും ചെയ്താൽ അത് യഖീനെ ഫായിദപ്പിക്കും. എന്നാൽ തംസീലും ഇസ്തിഖ്റാവും യഖീനെ ഫായിദപ്പിക്കൂല. അപ്പോ ആ തംസീല് ഖിയാസ്, ഫിഖ്ഹിയായ ഖിയാസ് തംസീൽ. പക്ഷേ ഫിഖ്ഹില് അതിന്റെ ആവശ്യമുള്ളൂ. കാരണം ഫിഖ്ഹ് എന്ന് പറഞ്ഞത് നമ്മളെ പ്രവർത്തനങ്ങളോട് ബന്ധിച്ചതായിരിക്കുന്ന ഹുക്കുമുകൾ കണ്ടുപിടിക്കുന്ന ഫന്നാണ്. പ്രവർത്തനത്തിൽ നമ്മളെ വെന്നുകൊണ്ട് അമൽ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. യഖീന് നമ്മളോട് തേടിയിട്ടില്ല. അതുകൊണ്ട് ഫിഖ്ഹില് ഉള്ള ഖിയാസ്, മനാത്തിഖത്തിന്റെ അടുക്കൽ തംസീല് എന്ന് പറയുന്ന അതാണ് ഫിഖ്ഹിലുള്ള ഖിയാസ്. ശറഇയായ ദലീലാവുന്നത് അതാണ്. അത് യഖീനെ ഫായിദപ്പിക്കാൻ പ്രയാസ. കാരണം ഹംറിന് എന്താണ്? അതിന് ഹുർമത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ഇസ്കാറാണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിയാൽ തന്നെയും ആ ഹംറ് എന്ന് പറയുന്ന ആ മഖീസ് അലൈഹിന്റെ ഖുസൂസിയത്ത് ഹുക്കുമില് ഷർത്താകാൻ സാധ്യതയുണ്ട്. അതായത് ഇല്ലത്ത് എന്തല്ല, മുത്ലഖ് ഇസ്കാറല്ല, ഹംറിന്റെ ഇസ്കാറാണ് എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നബീദിന്റെ പ്രത്യേകത, നബീദിൽ എന്താണ്? അതിന്റെ ഹുർമത്തിനെ തടയുന്നതായിരിക്കുന്ന മാനിഅ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോ ഈ ഖിയാസ് കൊണ്ട് യഖീൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? മഖീസലേക്ക് ഹുക്കുമുണ്ട് എന്നുള്ള ഉറപ്പ് വേണം. പിന്നെ അതിന്റെ ദലീലിന്നതാണ് എന്നുള്ള, ഇല്ലത്തിന്നതാണ് എന്നുള്ള ഉറപ്പ് വേണം. ആ ഇല്ലത്ത് ഈ മഖീസിലുണ്ട് എന്ന് ഉറപ്പ് വേണം. പിന്നെ മഖീസ് അലൈഹിന്റെ ഖുസൂസിയത്ത് ഈ ഹുക്കുമിൽ ഷർത്തല്ല എന്ന് ഉറപ്പ് വേണം. മഖീസിന്റെ ഖുസൂസിയത്ത് ഹുക്കുമിൽ മാനിഅല്ല എന്ന് ഉറപ്പ് വേണം. ഈ ഉറപ്പുകളെല്ലാം കിട്ടുക പ്രയാസമായതുകൊണ്ട് ഖിയാസ് എന്താണ്? ശറഇയായ ഖിയാസ് അത് അധികം വന്നിനെ ഫായിദപ്പിക്കുള്ളൂ. അപ്പോ അത് പക്ഷെ അത് മതി ഫിഖ്ഹില്. അത് യാതൊരു കുറവും ഇല്ല. അങ്ങനെ തന്നെയാണ് ഇജ്തിഹാദിയായ വിഷയത്തിൽ. ഇപ്പോ പെണ്ണിനെ തൊട്ടാൽ ഒന്നും മുറിന്ന് അറിയണവർക്കും അതുകൊണ്ട് തന്നെ ഉള്ളൂ, മുറിയില്ല എന്ന് പറഞ്ഞവർക്കും അത് തന്നെ ഉള്ളൂ. ആരോടും രണ്ട് പാർട്ടിക്കാരോടും യഖീനെ ഫായിദപ്പിക്കുന്ന ദലീല് ആ വിഷയത്തിന്, ആ ഹുക്കുമിനെ ആരെങ്കിലും ചോദിച്ചാൽ അവൻ വിദ്യ. അപ്പോ ശറഇയായ ദലീലുകളിൽ പെട്ട ഖിയാസ് ഏതല്ല? മന്തിഖിയായ ഖിയാസ് അല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ശാരിഹ് എന്ത് പറഞ്ഞത്? മിനൽ അദില്ലത്തി ശറഇയ്യത്തി എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ശാരിഹ് പറയാഞ്ഞാല്
മാത്തിനിന്റെ കലാമുമ്പില് ഒരു എത്തിറാത് വരും. എന്താ മാത്തിന് എന്ത് ചെയ്തു? ഒരു ഖിയാസ് എന്ന് മഹദൂദ് മുഅറഫ് ഇവിടെ ഖിയാസ, അതിന് പറഞ്ഞ താരീഫ് അത് മന്തികയായ ഖിയാസിന്റെ മേലില് സാധ്യക്കാവണില്ലല്ലോ. അപ്പൊ താരീഫ് എന്തല്ലല്ലോ, ജാമ്യല്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം വരണ്ട. കാരണം ഏതല്ല, മഹദൂദ് മുത്ലഖ് ഖിയാസല്ല, അദില്ലത്ത് ശർഈയിൽ പെട്ടതായിരിക്കുന്ന ഖിയാസ് അഥവാ ശർഈയായ ഖിയാസ്, അതാണ് ഇവിടെ അതാണ് മഹദൂദ്. ആ മഹദൂദിന്റെ എല്ലാ ഫർദുകളെയും ഈ പറയാൻ പോകുന്ന താരീഫ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ താരീഫ് ജാമ്യ തന്നെയാണ്, താരീഫിന് യാതൊരു കുഴപ്പമില്ല. وهو حمل معلوم على معلوم لمساواته في علة حكمه. അപ്പോ ഈ ഖിയാസ് ശർഈയായ ദലീലുകളിൽ പെടുന്ന ഖിയാസ്, ഫുഖഹാവും ഉസൂലിക്കാരും ഒക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കുന്ന ഖിയാസ്, അതിന്റെ താരീഫ് എന്താണ്? ഹംലു മഅലൂമിൻ അലാ മഅലൂം. മഅലൂം എന്ന് പറഞ്ഞാൽ പെട്ടെന്ത് ഇൽമ് എന്നുള്ളതാ. ഇൽമ് എന്ന് പറഞ്ഞാൽ തസവ്വുർ. അപ്പൊ മഅലൂം എന്ന് പറഞ്ഞാൽ തസവ്വുറാക്കാൻ പറ്റുന്ന ഏതൊരു വിഷയവും. അപ്പൊ മഅലൂം എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടാൻ വേണ്ടിയാണ്. കാരണം ഏത് വിഷയമാണെങ്കിലും അതിനെ തസവ്വുറാക്കാൻ പറ്റും. അപ്പോ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന്റെ മേൽ ഹംല് ചെയ്യുക. ഏതുപോലെ ഹംറിന്റെ മേലില് നബീദിനെ ഹംല് ചെയ്യുന്നത് പോലെ. ഹംല് ചെയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഖീസിനെ മഖീസിന്റെ ഹുക്മ് മഖീസ് അലൈഹിന്റെ ഹുക്മ് തന്നെയാണ് എന്ന് വിശ്വസിക്കുക. അതാരാ വിശ്വസിക്കല്? മുജ്തഹിദാ വിശ്വസിക്കല്. അപ്പൊ ഒരു മുജ്തഹിദ് എന്ത് വിശ്വസിക്കുക? ഈ മഖീസിന്റെ ഹുക്മ് മഖീസ് അലൈഹിന്റെ ഹുക്മ് തന്നെയാണ് എന്ന മുജ്തഹിദിന്റെ ഇഅ്തിഖാദാണ് ഏത്? ഖിയാസ്. എന്തിനു വേണ്ടിയാണ് ഹംല് ചെയ്യുന്നത്? ലിമുസാവാതിഹി ഫി ഇല്ലത്തി ഹുക്മിഹി. ലിമുസാവാതിഹി ഐ ലിമുസാവാതി അൽ അവ്വലി സാനിയ മുസാവാതിൽ മഖീസ് ലിൽ മഖീസ് അലൈഹി. ലിമുസാവാതിഹി, മുസാവാസ് എന്ന് പറഞ്ഞാൽ സാവായി സാവിന്റെ മസ്തറ. അപ്പോ അതിനൊരു ഫാഇൽ ഉണ്ടാവും, അതിനൊരു മഫ്ഊൽ ഉണ്ടാവും. അപ്പൊ മുസാവാത്ത് എന്ന് പറഞ്ഞാൽ ആ മസ്തറിനെ ദമീറിലേക്ക് ഇളാഫത്ത് ചെയ്ത ഇളാഫത്ത് മഫ്ഊലിലേക്കുള്ള ഇളാഫത്താണ്. അപ്പൊ ഫാഇലിനെ കളഞ്ഞാണ് മഫ്ഊലിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ ശരിക്കും ഫാഇലും കൂട്ടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലിമുസാവാതിഹി ഐ ലിമുസാവാതിൽ അവ്വലി സാനിയ. അവ്വല് അതായത് മഹ്മൂല് മുസാവിയായതിനു വേണ്ടി. ഏതിനോട്? മഹ്മൂൽ അലൈഹിനോട് മുസാവിയായതിനു വേണ്ടി. എന്തിന് മുസാവിയായതിനു വേണ്ടി? ഫി ഇല്ലത്തി ഹുക്മിഹി, അദാനിന്റെ ഹുക്മിന്റെ ഇല്ലത്തില്. അപ്പൊ എന്തുണ്ട്? ഈ ഹംറിന് ഹുക്കുമുണ്ട്, ആ ഹുക്കുമിന്റെ ഇല്ലത്ത് ഇസ്കാറാണ്. ആ ഇസ്കാറിൽ എന്ത് ചെയ്തു? നബീദ് ഹംറിനോട് മുസാവി ആയതിനു വേണ്ടി നബീദിനെ ഹംറിന്റെ മേലെ ഹംല് ചെയ്യുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ താരീഫില് ഇഷ്കാലുണ്ട്. എന്താ ഇഷ്കാല് അറിയോ? ഖിയാസ് എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഷാരിയൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു ശർഈയായ ദലീല, ഖുർആന്റെ മാതിരി, ആയത്തിന്റെ മാതിരി, ഹദീസിന്റെ മാതിരി, ഇജ്മാഇന്റെ മാതിരി. ശർഈയായ ദലീല് ഒരു മുജ്തഹിദിന്റെ പ്രവൃത്തിയാകാൻ പാടില്ല. മുജ്തഹിദ് ഉണ്ടാവട്ടെ ജാതിരിക്കട്ടെ, ഓന്റെ ഇജ്തിഹാദ് ഉണ്ടാവട്ടെ ജാതിരിക്കട്ടെ, ഏതായാലും ഉണ്ടാകുന്ന ഒരു ആയിരിക്കണം ദലീൽ. ഖുർആനിൽ ഇപ്പൊ കിതാബ് ആയത്തിൽ ഒരാൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും ആയത്തുണ്ട്. ഹദീസും അങ്ങനെ തന്നെയാണ്, ഇജ്മാഉം അങ്ങനെ തന്നെയാണ് എന്നതുപോലല്ലേ ഖിയാസ്. അപ്പൊ ഖിയാസ് എന്ന് പറയുന്നത് മുജ്തഹിദിനെ തൊട്ടും മുജ്തഹിദിന്റെ ഇജ്തിഹാദിനെ തൊട്ടും ഖത്വന്നദറോടുകൂടെ
ഉണ്ടാകുന്നതായിരിക്കുന്ന മുജ്തഹിദില്ലെങ്കിലും മുജ്തഹിദിന്റെ ഇജ്തിഹാദില്ലെങ്കിലും ഒക്കെ ഉള്ള ഒരു സാധനാവേണ്ട ഖിയാസ്. അപ്പൊ ഖിയാസ് എങ്ങനെ, ഈ ഹംല് ഖിയാസിനെ എങ്ങനെയാണ് ഹംലു മഅലൂമിൻ അലാ മഅലൂമിൻ എന്ന മുജ്തഹിദിന്റെ പ്രവൃത്തി കൊണ്ട് തഅരീഫ് പറയുക എന്നാ ചോദ്യം. അപ്പോ അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഹാജിബ് അവരുടെ മുഖ്തസർ ഇബ്നുൽ ഹാജിബിൽ പറഞ്ഞ തഅരീഫ് ഇങ്ങനെയല്ല. അവര് പറഞ്ഞത് എന്താണ്? മുസാവാത്തു ഫർഇനിൽ അസ്ല ഫീ ഹുക്മിഹി ഫീ ഇല്ലത്തി ഹുക്മിഹി എന്നാ പറഞ്ഞത്. അപ്പോ ഒരു അസ്ല് ഒരു ഫർഇ അസ്ലിനോട് ഇല്ലത്തുൽ ഹുക്മിനോട് മുസാവിയാണ്. അപ്പൊ ഖിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹംറിനോട് നബീദ് ഇസ്കാറില് മുസാവിയാവലാണ്. അതാണ് നമ്മൾക്ക് ചെയ്യണത്. ഈ നബീദിന്റെ ഹുക്കുമ് ഹംറിന്റെ ഹുക്കുമ് തന്നെയാണ് എന്ന് അറിയിച്ചു തരുന്ന കാര്യം നബീദ് ഹംറിനോട് മുസാവിയാവലാണ്, ഇല്ലത്തുൽ ഹുക്കുമിന് മുസാവിയാവലാണ് എന്ന്. അപ്പോ പിന്നെ അങ്ങനെ അവർ താരീഫ് പറഞ്ഞു. അപ്പൊ ഹാഷ്യക്കാർ പറഞ്ഞു അതാണ് നല്ല താരീഫ് എന്ന്. കാരണം അതനുസരിച്ച് എന്താവും, ഈ ഖിയാസ് എന്ന് പറഞ്ഞ സംഭവം അത് പിന്നെ മുജ്തഹിദിന്റെ പ്രവൃത്തി ആവൂല. മുജ്തഹിദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ ഇജ്തിഹാദ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ സുബൂത്താവുന്ന നിലനിൽക്കുന്ന ഒരു കാര്യം അതാവും ഖിയാസ്. അതുകൊണ്ട് മുസന്നിഫിന്റെ താരീഫിനേക്കാൾ നല്ല താരീഫ് ഇബ്നുൽ ഹാജിബിന്റെ താരീഫാണ് എന്ന് ഹാഷ്യക്കാർ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ ഹാഷ്യക്കാരൻ മേൽ ഇത്തിറാദ് വരും. അപ്പൊ മുസാവാത്താണെങ്കിൽ എന്നാ പിന്നെ എങ്ങനെ? ഖാസൽ ഇമാമു ശാഫിഈയു യഖീസു ഇമാമു അബീ ഹനീഫ ഹാദാ ഖിയാസു അബീ ഹനീഫ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? അപ്പൊ അതെന്താവണ്ടേ? ഒരു പ്രവൃത്തി മുജ്തഹിദിന്റെ പ്രവൃത്തിയാവണ്ടേ എന്ന്. അപ്പൊ നമ്മളെ മുസന്നിഫ് അവരുടെ ദിഖ്ഖത്തുൻ നദർ കൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി ജമ ചെയ്തു. മുസാവാത്തും കൂട്ടി താരീഫില് ഹാംലും കൂട്ടി. കാരണം എന്താണ്? യഥാർത്ഥത്തില് ദലീലും തന്നെയാണ് ഫർഇ അസ്ലിനോട് ഇല്ലത്തുൽ ഹുക്മിന് മുസാവിയാകൽ തന്നെയാണ് ദലീല്. എന്നിരുന്നാലും ഉപയോഗത്തില് നമ്മൾ പണ്ട് പറഞ്ഞ മാതിരി ഖാസ എന്ന് പറഞ്ഞ അളന്നു എന്നാണ് പറഞ്ഞില്ലേ, ഖിയാസ് എന്ന് പറഞ്ഞ അളവ് എന്നാണ് പറഞ്ഞില്ലേ. അപ്പോ മുജ്തഹിദ് എന്ത് ചെയ്യുക? അളക്ക. ഈ നബീദിനെ ഹംറിനോട് അളക്ക. അത് രണ്ടും ഒരുപോലെയാണോ? അത് രണ്ടിന് ഇല്ലത്തുണ്ടോ എന്നീ അളക്കണ ഈ പ്രവൃത്തി. അപ്പോ ഈ ഖിയാസ് എന്ന പദവും ആ പദത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതായിരിക്കുന്ന മറ്റു പദങ്ങളും ഒക്കെ അത് മുജ്തഹിദിന്റെ പ്രവൃത്തിന്റെ മേലെ അറിയിക്കുന്നതിന് വേണ്ടി. പിന്നെ ഖാസ എന്ന് പറഞ്ഞാൽ എന്തല്ല? നബീദ് ഹംറിനോട് തുല്യമായി എന്നല്ല. യഖീസു എന്ന് പറഞ്ഞാൽ നബീദ് ഹംറിനോട് തുല്യമായി എന്നല്ല. എന്ത് ചെയ്തു? ഹംല് ചെയ്തു എന്ന് തന്നെയാണ്. അപ്പൊ മുസന്നിഫ് എന്ത് ചെയ്തു? ഇഷാറത്താക്കി. യഥാർത്ഥത്തിൽ ഞമ്മക്ക് അറിയിച്ചു തരുന്ന മുജ്തഹിദിന് അറിയിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന കാര്യം ഫറഉം അസ്ലും രണ്ടും ഇല്ലത്തുൽ ഹുക്കുമിനോട് സമമാവലാണ്, രണ്ടിന്റെ ഹുക്കും ഒന്നാണ് എന്ന് അറിയിച്ചു തരുന്ന കാര്യം. എങ്കിലും ഉപയോഗം എങ്ങനെയാണ്? മുജ്തഹിദിന്റെ പ്രവൃത്തിയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മുസന്നിഫ് എന്ത് ചെയ്തു? ഹംല് എന്നും പറഞ്ഞു. ആ ഹംലിന്റെ കാരണം എന്താണ്? മുസാവാത്താണ് എന്നും പറഞ്ഞു. അപ്പൊ മുസന്നിഫിന്റെ താരീഫാണ് ഏറ്റവും അദഖായ താരീഫ്. പിന്നെ ബിഅൻ തൂജദ ഫീ ഇല്ലത്തി ഹുക്മിഹി ബിഅൻ തൂജദ ബിതമാമിഹാ ഫിൽ അവ്വൽ. എന്താണ് ഈ ഫർഇ അസ്ലിനോട് മുസാവിയാകുക, ഹുക്കുമിന്റെ ഇല്ലത്തിൽ മുസാവിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിഅൻ തൂജദ ഇല്ലത്തുൽ ഹുക്കും ഉണ്ടാകല് കൊണ്ട്, ബി തമാമിഹ പരിപൂർണമായും ഇല്ലത്തുൽ ഹുക്കും ഉണ്ടാകല് കൊണ്ട്, ഫിൽ അവ്വലി അതായത് അവല് അഥവാ മഖീസില്. ഇൻദൽ ഹാമിലി, പിന്നെ ഇൻദൽ ഹാമിലി എന്ന് പറഞ്ഞത് അത് മുസാവാത്തിനോട് ബന്ധിച്ചതാ. ലിമുസാവാത്തിഹി ഇൻദൽ ഹാമിലി. അപ്പോ ലിമുസാവാത്തിൽ അവലി സാനിയ അതായത് മഖീസ് അലൈനോട്
മുസാവിയായ ഇല്ലത്തുൽ ഹുക്കുമിന് മുസാവിയായി ഇന്ദൽ ഹാമിലി ഹംല് ചെയ്യുന്നതായിരിക്കുന്ന മുജ്തഹിദിന്റെ അടുക്കല് മുജ്തഹിദിന്റെ വിശ്വാസമനുസരിച്ച് യഥാർത്ഥത്തിൽ മുസാവി ആയിക്കണമെങ്കിലും ആയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. പക്ഷേ എന്ത് മതി? മുജ്തഹിദിന്റെ വിശ്വാസത്തിന് ഫറഅ് അസ്ലിനോട് ഇല്ലത്തുൽ ഹുക്കുമിന് സമമായാ മതി. അപ്പോ അതനുസരിച്ച് ഈ തഅരീഫിൽ ഏതൊക്കെ പെടും? ശരിയായ ഖിയാസ് പെടും, പിന്നെ ഫാസിദായ ഖിയാസും പെടും. ഫാസിദായ ഖിയാസ് ഫസാദ് വെളിവായ ഖിയാസും പെടും, ഫസാദ് വെളിവാകാത്ത ഖിയാസും എല്ലാം ഇൻദൽ ഹാമിലി എന്ന് പറഞ്ഞുകൊണ്ട് പെടും. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഒരു മുജ്തഹിദ് തല തടവലിനെ എന്തിനോട് ഖിയാസാക്കി? ഖുഫ തടവലിനോട് ഖിയാസാക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു ഖുഫ തടവുന്നതിൽ തസ്രീത്ത് സുന്നത്തില്ല, തസ്രീത്ത് കറാഹത്താണ്. അതിന്റെ കാരണം എന്താണ്? അതൊരു തടവലാകലാണ്. അപ്പൊ എന്നതുപോലെ തല തടവലും ഒരു തടവലായതുകൊണ്ട് അതിൽ തസ്രീത്ത് സുന്നത്തുണ്ടാകാൻ പാടില്ല. തസ്രീത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഖിയാസ് ഒരു ഫാസിദായ ഖിയാസാണ്. കാരണം അത് മസ്ഹായത് കൊണ്ടല്ല, ഹുഫന തടവലായത് കൊണ്ടല്ല അതിൽ തസ്രീസ് ഇല്ലാഞ്ഞത്. 3 പ്രാവശ്യം ഇങ്ങനെ എല്ലാ വക്തിലും ഈ കുപ്പമരുങ്ങ് 3 പ്രാവശ്യം ഇങ്ങനെ തടവിയിട്ടുണ്ടെങ്കിൽ കുപ്പാണ്ട് കീറും. അതുകൊണ്ടാ. അപ്പൊ ഇത് പിന്നെ കാരണം മസ്ഹാബലാണ് എന്ന് അതിന്റെ മേലെടുത്ത ഈ ഖിയാസ് അത് ഫാസിദായ ഖിയാസ്. പക്ഷെ അത് ഈ താരീഫപ്പെടും. കാരണം അവന് വിശ്വസിക്കുന്നത് ആ ഖിയാസാക്കിയ മുജ്തഹിദ് വിശ്വസിക്കുന്നത് എന്താണ്? ഇല്ലത്തുൽ ഹുക്കുമിന്റെ ഇല്ലത്ത് മസ്ഹാബലാണ്. അപ്പൊ മസ്ഹാബ് എന്നുള്ളത് പിന്നെ ഈ ഹുഫന തടവലിനോട് തല തടവൽ മസ്ഹ് എന്ന് പറഞ്ഞ ഇല്ലത്തില് കൂറായിക്കണം. പക്ഷേ അത് പിന്നെ നഫ്സുൽ അംറിൽ എന്ത് ചെയ്തിട്ടില്ല? ഇല്ലത്തുൽ ഹുക്കുമില് കൂറായിട്ടില്ല. അപ്പോ ഈ ഇന്ദൽ ഹാമിലി എന്ന് പറഞ്ഞപ്പം അതിലേതൊക്കെ വിട്ടു? ശരിയായ ഖിയാസ്, സഹിയായ ഖിയാസ്. അത് സഹിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഇല്ലത്തിന്റെ മേലെടുത്ത, ശരിയായ ഇല്ലത്തിന്റെ മേലെടുത്തുള്ള ഖിയാസ്. അതുപോലെ ഫാസിദായ ഖിയാസ്. ഫാസിദായ ഖിയാസ് തന്നെ ചില എന്താണ് അത് ഫാസിദാണ് എന്നുള്ളത് മുജ്തഹിദിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനത്തതും വിട്ടു. ഖിയാസിന്റെ ശേഷം മുജ്തഹിദിന് ഖിയാസാക്കിയ മുജ്തഹിദിന് തന്നെ അത് ഫാസിദാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനത്തെ ഖിയാസും ഈ 3ഉം എന്തിനു പെടും? ഇന്ദൽ ഹാമിലി. കാരണം ശരിക്ക് ഇല്ലത്തുൽ ഹുക്കുമിൽ കൂറായാലും എന്താണ് മുജ്തഹിദിന്റെ ഇഅ്തിഖാദിൽ കൂറായി എന്നറിയാം. ശരിക്ക് കൂറായിട്ടില്ല, എന്നാലും മുജ്തഹിദ് കൂറായിക്കണെന്നാ വിശ്വസിക്കണമെങ്കിൽ അവന്റെ അടുക്കൽ കൂറായി എന്ന് പറയാം. അപ്പോ എല്ലാം പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ദൽ ഹാമിലി എന്ന് പറഞ്ഞത്. ഇനി ഇന്ദൽ ഹാമിലി എന്നുള്ള കൈതാണ്ട് ഒഴിവാക്കിയാല് അപ്പൊ എന്ത് ചെയ്യൂല? ഫസാദ് ഒഴിവായതായിരിക്കുന്ന ഖിയാസ് ഈ താരീഫ് പെടൂല. കാരണം പിന്നെ താരീഫ് എന്ത് മാത്രാണ്? ഹംലു മഅലൂമിൻ അലാ മഅലൂമിൻ ലിമുസാവാതിഹി ഫീ ഇല്ലത്തിൽ ഹുക്മി. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന്റെ മേൽ ഹംല് ചെയ്യുക, അഥവാ അതിനോട് ഹുക്മില് കൂറാക്കുക, ഹുക്മില് ചേർക്കുക. എന്തിനു വേണ്ടി? മുസാവാതിഹി ഫി ഇല്ലത്തിൽ ഹുക്മി, യഥാർത്ഥത്തിൽ അത് ഇല്ലത്തുൽ ഹുക്മില് കൂറായതിനു വേണ്ടി. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലത്തുൽ ഹുക്മില് കൂറാകാത്തത് ഈ താരീഫ് പെടൂല. കാരണം ഇന്ദൽ ഹാമിലി എന്ന് കൈതാണ്ട് കളഞ്ഞാൽ നേരെ മനസ്സിലാകുക എന്താ? ലിമുസാവാതിഹി ഫി ഇല്ലത്തിൽ ഹുക്മി, മഖീസ് അലൈനോട് സാനി അവലിനോട് ഇല്ലത്തുൽ ഹുക്മില് യഥാർത്ഥത്തിൽ തന്നെ ഇല്ലത്തുൽ ഹുക്മില് കൂറായതിനു വേണ്ടി. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലത്തുൽ ഹുക്മില് കൂറായ സഹിയായ താരീഫ് മാത്രമേ പെടുള്ളൂ. പക്ഷേ ഏതും ഫാസിദാണ്, പക്ഷെ ഫസാദ് ഒഴിവായിട്ടില്ല. അങ്ങനത്തെ ഖിയാസും പെടും. കാരണം അത് ഈ യഥാർത്ഥത്തില് പിന്നെ ഈ കൂറാകുക എന്ന് പറഞ്ഞാൽ 2 ജാതിയുണ്ട്. ഒന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് കൂറാകലും, ലാഹിറൻ
പിന്നെ ഹക്കീക്കത്തിൽ നഫ്സുൽ അംറിൽ കൂറാകുക എന്ന് പറഞ്ഞാല് നഫ്സുൽ അംറിൽ ഹക്കീക്കത്തൻ കൂറാകലും നഫ്സുൽ അംറില് പിന്നെ സൂറത്തൻ കൂറാകലും അഥവാ പിന്നെ ഹുക്മൻ കൂറാവലും പെടും. അപ്പോ ഈ സഹിയായ ഖിയാസും ഫാസിദാണ്, പക്ഷെ ഫാസിദാണ് എന്നുള്ള മുജ്തഹിദിന് മനസ്സിലായിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ അവന്റെ ഹക്കില് ഈ ഫാസിദായ ഖിയാസ് ശർഈയായ ദലീല് തന്നെയാണ്. അതുകൊണ്ട് അമൽ ചെയ്യാൻ അവരും അവനെ തഖലീദ് ചെയ്യുന്നവരും ബാധ്യസ്ഥരുമാണ്. അപ്പോ ഇന്ദൽ ഹാമിലി എന്നുള്ള ഈ താരീഫ് ആണ് കളഞ്ഞാല് ഈ ഖിയാസ് എന്നുള്ള 3 വകുപ്പ് എന്നുള്ള ഒരു വകുപ്പ് പുറത്തു. ഏതാണ്? ഫാസിദാണ് എന്ന് വ്യക്തമായതായ ഫാസിദ്. ഫസാദ് വെളിവാകാത്ത ഫാസിദും പെടും, ശരിക്ക് സഹിയായ ഖിയാസും പെടും. പക്ഷെ എല്ലാം ഉൾപ്പെടാൻ വേണ്ടിയാണ് മുസന്നിഫ് എന്ന് പറഞ്ഞത് ഇന്ദൽ ഹാമിലി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുസന്നിഫ് പറഞ്ഞു വൈൻ ഖുസ്സ ബിസ്സഹീഹി ഹുദിഫൽ അഖീർ. വൈൻ ഖുസ്സ ഈ മുഅറഫിനെ, ഈ മുഅറഫായ ഖിയാസിനെ ചുരുക്കുകയാണെങ്കിൽ, അതിന്റെ മേലിൽ ചുരുക്കുകയാണെങ്കിൽ, സഹിയായ ഖിയാസിന്റെ മേലിൽ ചുരുക്കുകയാണെങ്കിൽ ഹുദിഫൽ അഖീർ, അവസാനത്തെ കൈതാണ്ട് കളഞ്ഞാൽ മതി. ഇന്ദൽ ഹാമിലി എന്നുള്ള കൈതാണ്ട് കളഞ്ഞാല് എന്താവും? സഹിയായ ഖിയാസ് മാത്രം മഹദൂദാവും. അഥവാ ഈ താരീഫ് ഈ സഹിയായ ഖിയാസിന് മാത്രമുള്ള താരീഫായി മാറും. അതിൽ ഫാസിദായ ഖിയാസ് പെടൂല.